വയനാട്ടിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം, വലിയൊരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം പറ്റാവുന്ന അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പക്ഷേ വെല്ലുവിളിയായി നിൽക്കുന്നത് ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ കുത്തിയൊലിക്കുന്ന പുഴയും ഒക്കെ തന്നെയാണ് വെല്ലുവിളിയായി നിൽക്കുന്നത്. ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് ഉരുൾപൊട്ടി ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അത്രയും വലിയൊരു ദുരന്തമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട്. അനഘയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. അനഘ, രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തി, സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു രക്ഷാദൗത്യം നടക്കുന്നത്? ഇനിയിപ്പോൾ രാത്രിയായാലും രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെയും NDRFന്റെയും അടക്കം നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുണ്ടക്കൈ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സൈന്യം അടക്കം എത്തിച്ചേരുവാനുള്ള പാലങ്ങളടക്കം നിർമ്മിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഏകദേശം സമയം ഇപ്പോൾ 4 മണി ആവുകയാണ്. ഏകദേശം ഇരുട്ടാവുകയാണെങ്കിൽ കാലാവസ്ഥ ദുഷ്കരമാകും. മാത്രമല്ല തിരച്ചിലുകൾ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ പകൽ സമയങ്ങളിൽ തന്നെ തിരച്ചിലുകൾ അതീവ ദുഷ്കരമായി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഈ രാത്രി കൂടി ആവുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരച്ചിലുകൾ അതീവ ദുഷ്കരമായി പോകുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിലവിൽ ഏറെക്കുറെ ഈ ചൂരൽമല ഭാഗങ്ങളിലെ തിരച്ചിലുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഏറെക്കുറെ ഈ ചൂരൽമല ഭാഗങ്ങളിൽ വീടുകൾക്കുള്ളിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നിലവിൽ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി, പുറത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയിപ്പോൾ സാധ്യമാവേണ്ടത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒലിച്ചുപോയ ഈ പ്രദേശത്തെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഭാരിച്ച ഒരു രക്ഷാപ്രവർത്തന ദൗത്യം തന്നെയാണ്. കാരണം ഇന്ന് 4 മണിയായി തോട്ടം മേഖലയാണ്. മഴ കൂടുതൽ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുന്നു. മലയോര മേഖലയാണ്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വീണ്ടും സാധ്യതയുണ്ട്. മലവെള്ള പാച്ചിലിനടക്കമുള്ള ഒരു സാധ്യതയുണ്ട്. അല്പസമയം മുമ്പ് ഈ മുണ്ടക്കൈയിൽ ഒരു ഉരുൾപൊട്ടൽ കൂടി സംഭവിച്ചതായിട്ടുള്ള ഒരു വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരുട്ട് വീഴുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ തിരച്ചിലുകൾ അതീവ ദുഷ്കരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് വരുന്ന 2 മണിക്കൂറുകളിൽ ഈ 6 മണി ആവുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പുള്ള ഈ 2 മണിക്കൂറുകൾ തന്നെയാണ് ഏറെ നിർണായകമായിരിക്കുക. അല്ലാത്ത പക്ഷം നാളെ രാവിലെയോടുകൂടി തന്നെ ആയിരിക്കാം വീണ്ടും ഒരു തിരച്ചിൽ നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അനഘ, മനസ്സിലാക്കാം. അതായത് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം വളരെയധികം ശ്രമകരമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടേക്കുള്ള പാലം പുനർനിർമ്മിക്കുന്നതേ ഉള്ളൂ. സൈന്യവും NDRF സംഘവും എത്തിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ മുണ്ടക്കൈ എന്നത് ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിൽ വിനോദസഞ്ചാരികളും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാണ്. അങ്ങനെ അവരെ ആരെങ്കിലും തേടി വന്നിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ഒക്കെ എന്താണ് അനഘ? മുണ്ടക്കൈ എന്ന് പറയുന്നത് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ തന്നെ ഒരു വിനോദസഞ്ചാര മേഖലയാണ്. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. ഇത്തരത്തിൽ മുണ്ടക്കൈയിൽ ഇന്നലെ വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർമാർ അടക്കമുള്ള ദമ്പതികൾ ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവരെ അടക്കം ഇന്ന് കാണാതെ ആയിട്ടുണ്ട്. മറ്റൊരു യുവ ഡോക്ടറെയും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് നിന്ന് കാണാതെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. ഏതായാലും വിനോദസഞ്ചാരത്തിനായി ഈ റിസോർട്ടിൽ എത്തിയ ആളുകൾ പോലും ഇന്നലെ കാണാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടുവാൻ വേണ്ടി ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ഒരു ഉത്തരവിട്ടിരുന്നു. മാത്രമല്ല 900 കണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള ട്രക്കിങ്ങുകളും സ്വകാര്യ പാർക്കുകളിലേക്ക് അടക്കമുള്ള പ്രവേശനങ്ങളും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കം ഇന്നലെ ഒരു ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത്. അതായത് ഈ 900 കണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിലവിൽ ചെമ്പ്രമലയിലേക്കും സൂചിപ്പാറ ഉൾപ്പെടെയുള്ള എക്കോ ടൂറിസം സെന്ററുകളിലേക്ക് നിലവിൽ പ്രവേശനം അനുവദിക്കുന്നില്ല. കാരണം വനംവകുപ്പ് ജീവനക്കാരായിരുന്ന പോളിനെ കാട്ടാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എക്കോ ടൂറിസം സെന്ററുകൾ, അതായത് ചെമ്പ്രമലയും സൂചിപ്പാറ ഉൾപ്പെടെയുള്ള എക്കോ ടൂറിസം സെന്ററുകൾ അടഞ്ഞു കിടക്കുന്നു. ഇനി പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം പ്രധാനമായിട്ടും കള്ളാടിയിലുള്ള 900 കണ്ടിയാണ് പ്രധാനമായും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന
കേന്ദ്രം. ഇന്നലെ ജില്ലാ കളക്ടർ ഈ 900 കണ്ടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത് ഏറെ ഗുണകരമായി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 900 കണ്ടി പ്രദേശത്ത് നിന്ന് നമ്മൾ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ നീണ്ട നിരയിലടക്കം വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ ചെങ്കുത്തായ ഒരു മേഖലയാണ് ഈ 900 കണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശം. ഒരു ട്രക്കിംഗ് ഏരിയ കൂടിയാണ്. അതായത് മലമുകളിൽ നമുക്ക് ഒറ്റപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്ക് താഴേക്ക് പോലും തിരിച്ച് ഇറങ്ങുവാൻ പോലും സാധ്യമാവാത്ത ഒരു സാഹചര്യം ആണ് ആ 900 കണ്ടി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉള്ളത്. അതായത് 900 കണ്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ ട്രക്കിംഗ് നിരോധിച്ചത് ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഒരുപാട് കുറച്ചു എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ വ്യാപകമായി ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം നന്നേ കുറവാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പ്രദേശവാസികൾ തന്നെയാണ് കൂടുതലായും ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുള്ളത്. മറ്റ് വിനോദസഞ്ചാരത്തിന് എത്തിയ ആളുകളെ നിലവിൽ 2-3 ആളുകളെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ കാണാതെ ആയതായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അനഘ, മറ്റൊരു വിവരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാൽ കൂടുതൽ ക്യാമ്പുകളിൽ നിന്നും കൂടുതൽ സൈന്യത്തെയും രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവിടേക്ക് എത്തിക്കുമെന്നാണ്, സൈന്യം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നടക്കമുള്ള സൈന്യം അവിടേക്ക് എത്തുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താൻ വേണ്ടിയാണ്. ഇവർ എത്തിയാലും ഇന്ന് രാത്രിയിൽ ഈ മഴ കനക്കുകയും അതുപോലെ തന്നെ ഇരുട്ട് വീഴുകയും ചെയ്യുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഇന്ന് രാത്രിയിലും തുടരാൻ സാധ്യതയില്ല. അതിനി നാളെ വീണ്ടും പുനരാരംഭിക്കുകയുള്ളൂ. തീർച്ചയായും അത്തരത്തിലുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുക. കാരണം നമുക്ക് ഈ മനുഷ്യന് സാധ്യമാവാത്ത രീതിയിൽ പ്രകൃതിയുടെ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യന് പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. ഇരുട്ട് വീണാൽ തിരിച്ചറിവുകൾ നന്നേ ദുഷ്കരമായിരിക്കും. ഈ പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലവിൽ ഇന്നലെ വിച്ഛേദിക്കപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് ഭാഗികമായി ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം ചില ഭാഗങ്ങളിലടക്കം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും തോട്ട മേഖലയാണ്, മലയോര മേഖലയാണ്. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്തത് നിലവിൽ പുത്തുമല, കള്ളാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കാം, വീണ്ടും ഒരു മലവെള്ളപ്പാച്ചിൽ സംഭവിക്കാം, വീണ്ടും ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കാം. മാത്രമല്ല ഒരു മണ്ണിടിച്ചിലിന് അടക്കം സാധ്യത കൂടിയുണ്ട്. ഇത്തരത്തിൽ മണ്ണിടിക്കുകയാണെങ്കിൽ ഇന്നലെ അടക്കം നമുക്ക് വ്യക്തമായതാണ്, പുത്തുമല ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണ് ഇടിഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ജനപ്രതിനിധികളടക്കം നമ്മളോട് വ്യക്തമാക്കിയതാണ് 2019 സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം 2019 ഇത്തരത്തിൽ പുത്തുമലയുടെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുവശങ്ങളിലും മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ചെറിയ ഉറവകളടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ പോലും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ചെറിയ നീർച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, ഉറവകൾ രൂപപ്പെട്ടിട്ടുണ്ട്, ചെറിയ മണ്ണിടിച്ചിലുകൾ ഈ പ്രദേശത്ത് രൂപപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഇരുട്ടി വെളുക്കും മുമ്പേ വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് ഈ നാട് ഒന്നാകെ നീങ്ങിപ്പോയി. അല്ലെങ്കിൽ ഒരു മനുഷ്യജീവനുകൾ അല്ലെങ്കിൽ ഒരു കുടുംബമാകെ ഒലിച്ചുപോയി എന്നതല്ല, ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയി, ഒരു നാട് ഒന്നാകെ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഇന്നലെ അടക്കം നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ ഇന്നലെ നമ്മൾ പുഞ്ചിരിമട്ടം പ്രദേശത്തെ ഈ കള്ളാടിപ്പുഴയുടെ രൗദ്രഭാവങ്ങളടക്കം നമ്മൾ എടുത്തതാണ്. അപ്പോൾ തന്നെ ഈ പല പ്രദേശവാസികളടക്കം നമ്മളോട് വ്യക്തമാക്കിയതാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവുക, കാരണം ഈ പാലം ഉൾപ്പെടെ തകരാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്, കള്ളാടിപ്പുഴയാണ്, മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട്. ആ മലമുകളിൽ വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് നിന്ന് മടങ്ങണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളടക്കം നമ്മളോട് ഇന്നലെ പോലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറെ വേദനാജനകമായ കാര്യം, ഇന്നലെ നമ്മളോട് അത് വ്യക്തമാക്കിയ പലരും ഇന്ന് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എന്നുള്ളത് തന്നെയാണ്. അനഘ, ആ ഒരു വേദന മനസ്സിലാക്കുന്നു. ഇന്നലെ അങ്ങനെ അനഘയോട് സംസാരിച്ചിരുന്ന ആളുകളാണ് ഇന്ന് എവിടെയാണ് അറിയാതെ പോയിരിക്കുന്നത്. കേരളം മുഴുവൻ ഈ ഒരു ദുരന്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അത്രമാത്രം വലിയ ദുരന്തമാണ്. സമാനതകളില്ലാത്ത, മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് വയനാട് ഇപ്പം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അവിടെ വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് എല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം,
ദൗത്യമാണ് അവിടെ നടക്കുന്നത്. എല്ലാ സേനകളും അവിടെ, NDRF-ഉം സൈന്യവും അടക്കമുള്ളവർ അവിടെ എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. എന്നാൽ പ്രകൃതി ദുരന്തമാണ്. പ്രകൃതി ഇപ്പോഴും ആ ഒരു ക്ഷോഭത്തിൽ തന്നെ, കലിതുള്ളി തന്നെ നിൽക്കുകയാണ്. അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, മലവെള്ളപ്പാച്ചിലുണ്ട്, പുഴ കുത്തി ഒലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സാധ്യമാവുന്ന രീതിയിലുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നുണ്ട്. എന്നാലും പ്രകൃതി കൂടി ഈ ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. രാത്രിയായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമാണ്, എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ള സംശയം കൂടി, ആശങ്ക കൂടി അവിടെ നിന്നുമുണ്ട്. എത്ര തവണ ഉരുൾപൊട്ടി എന്നതിൽ പോലും അവ്യക്തതയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ. ആദ്യം ഉരുൾപൊട്ടി ഒഴുകിയ മേഖലയിൽ തന്നെ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഉരുൾപൊട്ടി. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി തുടർ ദുരന്തങ്ങളുടെ രാത്രി കഴിഞ്ഞുപോയത്. ആദ്യം പുലർച്ചെ 1:30 ചൂരൽമലയിൽ രക്ഷപ്പെട്ടവർ അലമുറയിട്ട് ആളെ കൂട്ടി. കനത്ത മഴയിൽ അതാരും കേട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ സമയമായതിനാൽ പലരും അത് ശ്രദ്ധിച്ചില്ല. ഇതിനിടെ 3:30 രണ്ടാം ഉരുൾപൊട്ടൽ. മുണ്ടക്കയിലും ചൂരൽമലയിലുമായി 3 വട്ടം വലിയ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് നാട്ടുകാർ ആദ്യം പറഞ്ഞത്. ഒഴുകി വന്ന പാറയും ചെളിയും അടിഞ്ഞുകിടന്ന മേഖലകളിൽ വീണ്ടും തള്ളലുകളുണ്ടായി. അതൊക്കെ പുതിയ ഉരുൾപൊട്ടൽ പോലെ പ്രദേശത്തെ വിറപ്പിച്ചു.
2019 വലിയ ദുരന്തം നടന്ന മേഖലയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോഴത്തെ ദുരന്തം. ഇന്നലെ വരെ കുട്ടികൾ വന്നിരുന്ന് പഠിച്ച വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും ഇല്ലാതായി. 2019 സമാനമായിരുന്നു സ്ഥിതി. അന്നും ഇന്നത്തെ പോലെ ബാണാസുര